സംസ്ഥാനത്തെ ക്രമസമാധാന പരിപാലനം പാളുന്നു. പ്രതിദിന ക്രിമിനൽ കേസുകൾ വർദ്ധിക്കുന്നതിനോടൊപ്പം ഗുണ്ടകളുടെ എണ്ണം കൂടി പെരുകുകയാണ്. അതേസമയം ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറും വിദേശയാത്രയിൽ തിരക്കിലുമാണ്. ശാലിനി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, തലസ്ഥാനത്ത് ഉൾപ്പെടെ അക്രമ സംഭവങ്ങൾ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോഴാണ് ഈ കണക്കുകൾ കൂടി പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിലുള്ള കണക്കുകൾ പോലും ഭീതിജനകമാണ്, ഭയപ്പെടുത്തുന്നതാണ്. പക്ഷേ ക്രമസമാധാന ചുമതലയുള്ള ADGPയും ആഭ്യന്തരമന്ത്രിയും രണ്ടുപേരും ഒരേ സമയം സംസ്ഥാനത്തില്ല. അനു, അത് തന്നെയാണ്. എല്ലാ കാര്യത്തിലും കേരളം നമ്പർ 1 ആണ് എന്ന് പറയുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതല നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്രമസമാധാന പരിപാലനം നഷ്ടമായ കാര്യത്തിലും 1ാം സ്ഥാനത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പോലീസ് തന്നെ തയ്യാറാക്കിയിട്ടുള്ള കണക്കുകളും രേഖകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് 2022 കണക്ക് പ്രകാരം 2272 ഗുണ്ടകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. അത് 2023 ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്ക് 500-ലധികം ഗുണ്ടകൾ കൂടി പുതിയതായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2815 ഗുണ്ടകളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് എന്നുള്ളതാണ്. പക്ഷേ പോലീസിന്റെ കണക്കിൽ ഇത്രയധികം ഗുണ്ടകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അതിനപ്പുറത്ത് ഗുണ്ടകൾ സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പരിപാലനം ഉൾപ്പെടെ കൈവിട്ടു പോയിരിക്കുന്നു എന്ന് വേണം പോലീസ് തന്നെ സമ്മതിക്കുന്ന ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയധികം കുറ്റകൃത്യങ്ങളും ഗുണ്ടാതിക്രമങ്ങളും ഒക്കെ വർദ്ധിക്കുമ്പോഴും ഇതിന് ചുമതല വഹിക്കേണ്ട ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തേണ്ട ADGP അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്ത് ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നടു റോഡിൽ പൊതുമധ്യത്തിൽ ഇട്ട ഒരു യുവാവിനെ അതിക്രൂരമായി പൈശാചികമായി കൊലപ്പെടുത്തിയ സംഭവം തലസ്ഥാന ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത് ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴും ഇതിലൊരു കൃത്യമായ നടപടി സ്വീകരിക്കാനോ ഗുണ്ടകളെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ അവരെ പിടികൂടാനോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമം നടക്കുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപമായി ഉയരുന്നത്. ഒപ്പം തന്നെ ഇതിന് ചുമതല വഹിക്കേണ്ട ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയനും വിദേശ യാത്രയിലാണ്, ഉല്ലാസ യാത്രയിലാണ്. സാധാരണ പൊതുജനം ഈ ഗുണ്ടകളുടെ അതിക്രമങ്ങളിൽ നിന്നും ഒപ്പം തന്നെ കഞ്ചാവ് മാഫിയയും ലഹരി മാഫിയകളുടെയും പിടിയിൽ അകപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പോലീസിനെതിരെ ഉയരുമ്പോഴും ഈ കരമനയിലെ അഖിൽ വധക്കേസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ചെറിയ തോതിലെങ്കിലും മുഖം രക്ഷിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പല മേഖലകളിൽ നിന്നും കാപ്പ ചുമത്തിയ പ്രതികളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാട് കടത്തപ്പെട്ട പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ തന്നെയാണ് പോലീസിന്റെ തന്നെ ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2023 ഏറ്റവും അധികം ക്രിമിനൽ കേസുകളും ഒപ്പം തന്നെ ഗുരുതര കുറ്റകൃത്യങ്ങളും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഉള്ളത് എന്നുള്ളതാണ് പോലീസ് സമ്മതിക്കുന്നത്. ഒപ്പം തന്നെ 1.5 വർഷത്തിനിടെ 438 കൊലപാതകങ്ങളും 1358 വധശ്രമ കേസുകളും റിപ്പോർട്ട് ചെയ്തു എന്നും ഈ കണക്കിൽ പറയുന്നുണ്ട്. എന്തായാലും പ്രതിമാസം 26 മരണങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ എന്നുള്ള ആ ഒരു കണക്കിൽ നിന്ന് ഈ വർഷം, അത് കഴിഞ്ഞ മാസം അത് 33-ലേക്കായി ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങോട്ടാണ് കേരളം പോകുന്നത് എന്നൊരു ചോദ്യം കൂടി ചോദിക്കപ്പെടുകയാണ്. എന്തായാലും സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. അതേസമയം തന്നെ കുറ്റകൃത്യങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ലഹരി മാഫിയകളുടെയും ഹബ്ബായി തലസ്ഥാനം ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകൾ മാറുകയാണ് എന്നുള്ളതാണ് പോലീസ് സമ്മതിക്കുന്നത്. അതേസമയം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഇവർക്ക് ഒത്താശ ചെയ്യുന്നതും പോലീസിനെ സംബന്ധിച്ച് നടപടികൾ കടുപ്പിക്കാൻ വലിയ രീതിയിൽ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. അനു, ശരി ശാലിനി.